ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വെറൈറ്റി അപ്പാണ്. അതിനായിട്ട് നമുക്ക് കപ്പ സ്ലൈസ് ചെയ്തെടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയ കപ്പ നമുക്ക് സ്ലൈസ് ചെയ്യാം. അതിനുശേഷം സ്ലൈസ് ചെയ്ത കപ്പയിലേക്ക് ഞാൻ ഒരു കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്യണം. ഇത് നമുക്ക് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. മധുരം കുറവ് വേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവി വെച്ചത് ചേർത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. 2 ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് കപ്പയുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിനുശേഷം നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയില ഒന്ന് വാട്ടിയിട്ട് നമുക്കത് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത വാഴയിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മിക്സ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇല നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. ബാക്കിയുള്ള മിക്സും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഈവനിങ് സ്നാക്സിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ബാക്കി വരുന്ന മിക്സ് എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഇഡ്ഡലിയുടെ തട്ടിലേക്ക് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസിൽ തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വരാറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇത് അതിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.